റിമി ടോമിയുടെ പരിപാടി മിക്കവാറും ശാലിൻ എടുത്ത് അടിച്ചു മാറ്റുമെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ലൊരു സംശയമുണ്ട്. പിന്നെ ഒരു വളരുന്നതല്ലയോ എന്തായാലും ഒരു 5 വർഷം കൂടെ എനിക്ക് 10 വർഷമുണ്ട്. 10ാം ക്ലാസ് ആയിട്ടുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട് പാടാനൊക്കെ. പക്ഷെ ആരും സമ്മതിക്കില്ല. ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പോ അഭിനയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ കഥാപാത്രമായിട്ട് നിമിഷം നേരം കൊണ്ട് പക്ഷെ എന്ത് രസമായിട്ട് ചെയ്യണം അല്ലേ? സത്യം. അല്ല ഞാൻ അഭിനയിക്കല്ലോ, ഇതിപ്പോ വെറുതെ സംസാരിക്കാണല്ലോ. വേറൊരു കഥാപാത്രമായി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിമി ടോമി എന്നൊരു കഥാപാത്രമാണല്ലോ. ജിഷ്ണുവിന് കിട്ടിയൊരു റീ എൻട്രി ആയിരുന്നു ഓർഡിനറി എന്ന സിനിമ, എനിക്ക് തോന്നുന്നു. ആണോ? അല്ലെ? ഒരു റീ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു. അതൊരു ഞാണിമേ കളിയാണ് അല്ലെ? കുറെ നാളിന് ശേഷം സിനിമയിൽ വരുമ്പോ. അല്ല, പക്ഷെ അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് സുഗീത്തും സിദ്ധാർത്ഥനും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ അല്ലല്ലോ? ആണ് നമ്മളുടെ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥന്റെ പടമാണ് നിദ്ര. അപ്പോൾ സിദ്ധാർത്ഥൻ ഡയറക്റ്റ് ചെയ്ത പടമാണത്. അപ്പോൾ ഇവർ രണ്ടുപേരെയാണ് തിരിച്ച് വിളിക്കുന്നത് അഭിനയിക്കാൻ. അപ്പോൾ ഓർഡിനറി ആദ്യം അഭിനയിച്ചു, പിന്നെ അഭിനയിച്ചത് നിദ്രയാണ്. ഞാൻ സീതച്ചേട്ടന്റെ ലാപ്പിൽ നിന്നാണ് കണ്ടത്. ആദ്യമായിട്ടാണ് ഞാൻ കരഞ്ഞ അവസാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമയിൽ വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഒരു ഭയങ്കര 150 ദിവസത്തോളം ഈ ചിത്രം ഓടി. നല്ലോണം ഓടി പടമാണ്. അപ്പൊ അതെന്തായാലും ഒരു തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ടറും പിന്നെ അതിന്റെ ഹോൾ ടീം, അതിന്റെ പ്രൊഡ്യൂസർ ആയാലും വളരെ നല്ല മനുഷ്യനാണ്. പിന്നെ സുഗീതിന്റെ ഹാർഡ് വർക്ക്, എത്രയോ കൊല്ലങ്ങൾ അവൻ അതിന്റെ പുറകെ. പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നു അല്ലേ? പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ഇൻഫാക്ട് നമ്മളിലാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത്. പുള്ളിക്കാരൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു, സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. ടീം ചാക്കോച്ചൻ, ബിജു മേനോൻ, പിന്നെ ആ ഒരു സ്ഥലം ഗവി അല്ലെങ്കിലും അല്ലേ? ഗവി ആക്ച്വലി കുറച്ചേ ഉള്ളൂ. ഗവിന്റെ ചുറ്റുമുള്ള പല സ്ഥലങ്ങളാണ്. കുട്ടിക്കാനം, പിന്നെ പീരിമേട്, അങ്ങനെ വണ്ടിപ്പെരിയാർ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തല്ലോ, ഈ സമയത്തൊക്കെ എന്ത് ചെയ്യാ? പഠിക്കാൻ പോയോ, അത് ജോലി ചെയ്തോ? അല്ല, എനിക്കൊരു ഒരു സ്ഥാപനം ഒരു ഡയറക്ടറായിരുന്നു. പിന്നെ അതിലിങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യ മൊത്തം യാത്ര ചെയ്ത് അവിടെ ഇന്ത്യ മൊത്തം നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒന്ന് വർക്ക് ചെയ്യണം. ഇത് ഒരു IT എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഒരു സ്ഥാപനമാണ്. എന്തായാലും ഒഴിവു നേരങ്ങളിൽ ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു, നല്ലൊരു ഒരു ഉദ്യോഗസ്ഥനാണ് ചുരുക്കത്തില് അല്ലേ? ഇപ്പോഴും ആ സിനിമ ഞാനത് റിസൈൻ ചെയ്തു. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. സാരമില്ല, ഇനിയിപ്പോ ആ ജോലിയിലോട്ട് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വലിയ ആഗ്രഹമാണ് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. ഷാലിന്റെ ഈ റബേക്ക ഉതുപ്പാണല്ലോ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇതില് നല്ലൊരു അത്ലറ്റിന്റെ, അതായത് നായികയുടെ അനീതിയായിട്ട് നല്ലൊരു കഥാപാത്രം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓർഡിനറിയിൽ ഒരു ഫാസ്റ്റ് നമ്പർ പാടിക്കൊണ്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. തീരുവല്ല, വിഷമിക്കണ്ട. എനിക്കറിയാം ഇവിടെ വന്നിരുന്നു നമ്മള് അറിഞ്ഞില്ലല്ലോ, ബുദ്ധിമുട്ടായില്ലല്ലോ, വിഷമായില്ലല്ലോ. നമ്മളൊരു എപ്പിസോഡും കൂടെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയത്തിൽ വരണം. അപ്പൊ നമ്മൾ കുറച്ചുനേരം കൂടെ ഇങ്ങനെ സംസാരിക്കും, കുറച്ച് പാട്ടും. പക്ഷേ റിമി ടോമിയുടെ കുറെ പാട്ടുകൾ നമ്മൾ കേൾക്കാൻ കൂടെയാണ്. ഓർഡിനറി പാട്ടിൽ പാടുന്നതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ജിഷ്ണുവിന്റെ കൂടെ ഒരു പാട്ട് പാടാനൊരു ആഗ്രഹം. ശരി, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്. അതിന്റെ ലൈൻസ് ഞാൻ പറയാം. റിമി ടോമി പാടി തരുമോ? അല്ല, നമുക്ക് ഒന്നിച്ച് പാടാം. ശരി. എനിക്കൊന്ന് ജിഷ്ണു ഒരു കമലഹാസൻ ഫാനാന്ന് തോന്നുന്നു. ആരാ അല്ലാത്തത് അല്ലേ? എല്ലാവരും കണ്ടോ? വിശ്വരൂപം കണ്ടു. പിന്നെ അപ്പൊ ലേറ്റസ്റ്റ് പടങ്ങളിനേക്കാളും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ പാട്ട് 70s ആ ഒരു ഗുണ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു പാട്ടുണ്ട്, കൺമണി. അത് നമുക്ക് പാടിയാലോ? എന്ത് പറയുന്നു ശാലിൻ? കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ, പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. உனக்கு ஏதாவது சொல்லணுமா? பொன்வணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. அப்படியா? ஏதாவது சொல்லணுமா உங்களுக்கு இந்த பாட்டுக்கு மத்தியத்திலே? உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது,
ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. അപ്പൊ നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഒരു പാട്ടൊക്കെ പാടി ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ജിഷ്ണുവും നമ്മുടെ ശാലിനും നമ്മളോടൊപ്പം വീണ്ടും ഉണ്ടായിരിക്കും. അതുവരേക്കും നമുക്ക് താൽക്കാലികമായിട്ട് അർത്ഥത്തിൽ നിന്നും ഒരു ടാറ്റാ ബൈ.